ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. വീണ്ടും നമ്മളൊരു MCQ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ICTയിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി റോൾ ഓഫ് വിർച്വൽ മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം? സോ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് MCQs നമ്മളൊരു പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റു ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിർച്വൽ മെമ്മറി കൺസെപ്റ്റിനെ പറ്റിയാണ്. എന്താണ് വിർച്വൽ മെമ്മറി? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓപ്ഷൻസ് ആർ ടു പ്രൊവൈഡ് അഡീഷണൽ റാം സ്പേസ് ഫോർ ആപ്ലിക്കേഷൻസ്, സെക്കൻഡ് ടു സ്റ്റോർ ഡേറ്റ പെർമനൻ്റ്ലി ഫോർ ഫ്യൂച്ചർ യൂസ്, ടു എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവൈസസ്, ടു കൺട്രോൾ ദി ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ CPU ആൻഡ് പെരിഫറൽസ്. സോ എന്താണ് വിർച്വൽ മെമ്മറി? ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. വിർച്വൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത് അഡീഷണൽ സ്പേസ് കൊടുക്കാൻ വേണ്ടിയാണ്. റാം യൂസ് ചെയ്യുന്ന റാം ഓൾറെഡി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള മെമ്മറിയിൽ നിന്നും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി റാമിന് ഒരു അഡീഷണൽ സ്പേസ് ആയിട്ടാണ് വിർച്വൽ മെമ്മറി ആക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത് ആദ്യം നോക്കാം. സോ വിർച്വൽ മെമ്മറി എന്താണ്? വിർച്വൽ മെമ്മറി ഈസ് എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് used by operating system to simulate more RAM than physically available. അവൈലബിൾ ആയിട്ടുള്ള റാമിനേക്കാൾ കൂടുതൽ സ്പേസ് യൂസ് ചെയ്യുക. നമ്മുടെ റാമിൻ്റെ കപ്പാസിറ്റിയേക്കാൾ അതിന് മുകളിലുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് വിർച്വൽ മെമ്മറി ആക്ട് ചെയ്യുന്നത്. ഇറ്റ് അലൗസ് ദി എക്സിക്യൂഷൻ ഓഫ് ലാർജർ പ്രോഗ്രാംസ് ആൻഡ് എനേബിൾസ് മൾട്ടി ടാസ്കിംഗ് ബൈ അലൗവിങ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് ടു ഷെയർ ലിമിറ്റഡ് ഫിസിക്കൽ മെമ്മറി. അതായത് നിലവിൽ റാം ഓക്യുപ്പൈ ചെയ്തല്ല, റാമിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിന് മൾട്ടി ടാസ്കിങ്ങിലേക്ക് കൊണ്ടുവരാം. അതായത് അതിനെ ലൊക്കേഷൻ ലിമിറ്റ് ചെയ്യുക. അത് വർക്ക് ചെയ്യുന്ന ആ ഒരു ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ലൊക്കേഷനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ പ്രോസസ്സസ് സെയിം മെമ്മറിയിൽ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് ഇത്തരമൊരു വിർച്വൽ മെമ്മറി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ദി റാം ഈസ് ഫുൾ, ലെസ് ഫ്രീക്വൻലി യൂസ്ഡ് ഡേറ്റ ഈസ് മൂവ്ഡ് ഫ്രം റാം ടു എ പോർഷൻ ഓഫ് ദി ഹാർഡ് ഡിസ്ക് കോൾഡ് പേജ് ഫയൽ ഓർ സോപ്പ് സ്പേസ്. അതായത് റാം ഏതെങ്കിലും സിറ്റുവേഷനിൽ ഫുള്ളാകുവാണെങ്കിൽ ആ സാഹചര്യത്തിൽ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ റാമിൽ നിന്നും പേജ് ഫയലിലേക്ക് മാറും. പേജ് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർഡ് ഡിസ്കിലെ ഒരു സ്പേസ് ആണ്. ഹാർഡ് ഡിസ്കിലെ ഒരു സ്വാപ്പ് സ്പേസ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. മീൻസ് തൽക്കാലത്തേക്ക് ഡേറ്റ മാറ്റി വയ്ക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട്. സോ അധികം യൂസ് ചെയ്യാത്ത ഡേറ്റ ആ റാം സ്പേസിൽ നിന്നും തൽക്കാലം മാറി ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസിൽ പോയി നിൽക്കും. അതുകൊണ്ട് റാമിൽ കൂടുതൽ ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ CPU ആക്സസസ് ഡേറ്റ ഇൻ വിർച്വൽ മെമ്മറി ആസ് ഇഫ് ഇറ്റ് വെയർ ഇൻ റാം, അൺഅവെയർ ഓഫ് ദി ഡേറ്റാസ് ആക്ച്വൽ ഫിസിക്കൽ ലൊക്കേഷൻ. അതായത് ഇവിടെ ആ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ മെമ്മറിയിൽ ഒറിജിനൽ ലൊക്കേഷൻ അറിയാതെ CPU ഡേറ്റ ആക്സസ് ചെയ്തോളും. ബിക്കോസ് താൽക്കാലികമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അഡീഷണൽ സ്പേസ് എന്നുള്ള രീതിയിലാണ് വിർച്വൽ മെമ്മറി ആക്ട് ചെയ്യുന്നത്. ആ അഡീഷണൽ സ്പേസ് ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് ആണ്. ഈവൻ ദോ ആ സ്പേസിലേക്ക് ഡേറ്റ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അക്സസ് ചെയ്യുമ്പോൾ CPU നോർമലി റാമിൽ നിന്ന് അക്സസ് ചെയ്യുന്ന അതേ വേഗതയിൽ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് വിർച്വൽ മെമ്മറി. ബട്ട് വിർച്വൽ മെമ്മറി ഈസ് സ്ലോവർ ദാൻ റാം. നമ്മൾ പറയും ഒരേ വേഗതയിൽ തന്നെ നടക്കുന്നു, എന്നാലും റാമിനേക്കാൾ സ്ലോവർ ആയിരിക്കും. ബിക്കോസ് റാമിൽ ഡയറക്റ്റ്ലി സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റയാണെങ്കിൽ അതിന് കൂടുതൽ വേഗതയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വെൻ ഇറ്റ് ഈസ് ഇൻ ദി വിർച്വൽ മെമ്മറി ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം ബിക്കോസ് data needs to be fetched from the page file. പേജ് ഫയൽ എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനാണ്. ആ ഹാർഡ് ഡിസ്ക് ഫയലിൽ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യേണ്ടത് കൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ബിറ്റ് മോർ ടൈം. റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി സ്ലോവർ ആണെന്ന് പറയാം. ബട്ട് ഇറ്റ് പ്രിവെൻറ്റ്സ് പ്രോഗ്രാംസ് ഫ്രം ക്രാഷിംഗ് ഡ്യൂ ടു റണ്ണിങ് ഔട്ട് ഓഫ് ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ക്രാഷ് ഡൗൺ ആകുന്ന സിറ്റുവേഷൻ ഇല്ലാതാക്കാം. അതായത് പ്രോഗ്രാംസിന് ഈ മെമ്മറി അവൈലബിൾ ആയിരിക്കും. ഇതായൊരു അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിലാണ് വിർച്വൽ മെമ്മറി ആക്ട് ചെയ്യുന്നത്. അത് പേജ് ഫയലിൽ പോയി ഡേറ്റ എടുത്തോണ്ട് വരുന്ന ടൈം ഡിലേ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി വിച്ച് വിൽ ബി സ്ലോവർ ദാൻ റാം. ദെൻ ദി പേജ് ഫയൽ സൈസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ദി യൂസർ ഓർ ഓട്ടോമാറ്റിക്കലി മാനേജ്ഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചില കേസുകളിൽ യൂസറായിട്ട് പേജ് ഫയലിൻ്റെ സൈസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡയറക്റ്റ്ലി അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് വിർച്വൽ മെമ്മറി. സോ വിർച്വൽ മെമ്മറിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പുതിയൊരു ടോപ്പിക് എന്നുള്ള രീതിയിൽ വളരെ റെലവൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ലെറ്റ്സ് മൂവ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് മെമ്മറി ടൈപ്പ് റീറ്റെയിൻസ് ഇറ്റ്സ് ഡേറ്റ ഈവൻ വെൻ ദി പവർ സപ്ലൈ ഈസ് ടേൺഡ് ഓഫ് ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഫേംവെയർ സ്റ്റോറേജ്? ഫേംവെയർ സ്റ്റോറേജിനൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി ടൈപ്പ് ഏതാണ്? പവർ ഓഫ് ആയാലും
ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഇസ് ഇറ്റ് റാം, റോം, ക്യാച്ച് മെമ്മറി, വിർച്വൽ മെമ്മറി? സോ ദി റൈറ്റ് ആൻസർ ഈസ് റോം. റീഡ് ഓൺലി മെമ്മറിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫേം വെയർ അല്ലെങ്കിൽ ബൂട്ട് വെയർ പോലുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് HTML സ്റ്റാൻഡ്സ് ഫോർ ഇൻ വെബ് ഡെവലപ്മെൻറ്റ്? വെബ് ഡെവലപ്മെൻറ്റിൽ HTMLൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് വെബ് പേജുകളിൽ ഹൈപ്പർ ടെക്സ്റ്റുകൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പ്ലസ് മൾട്ടിമീഡിയ, ആ ഒരു കൺസെപ്റ്റിലാണ് ഹൈപ്പർ ടെക്സ്റ്റ് വരുന്നത്. സോ ഹൈപ്പർ ടെക്സ്റ്റുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഡിസംബറിലെ UGC നെറ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു. സോ ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ എത്രമാത്രം കോമ്പീറ്റൻസി കൂടിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അഭികാമ്യമാണ്. അതിനുവേണ്ടി കോമ്പറ്റിറ്റീവ് ക്രാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ക്ലാസ്സസും ലോങ് ഡ്യൂറേഷൻ ക്ലാസ്സസുമാണ്. സോ കൃത്യമായിട്ടുള്ള ഒരു കവറേജ്, ജനറൽ പേപ്പറിൻ്റെ ആയാലും പേപ്പർ 2 സബ്ജക്ട്സിൻ്റെ ആയാലും കൃത്യമായിട്ടുള്ളൊരു കവറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഇത്തരം കോച്ചിങ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ എന്തൊക്കെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ സ്പെഷ്യാലിറ്റീസ്? കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെയാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത് വഴി കൂടുതലായിട്ട് കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ദർ വിൽ ബി സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ്. PDF നോട്ട്സ് വിൽ ബി അവൈലബിൾ. സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള PDF നോട്ട്സ് അവൈലബിൾ ആണ്. ദെൻ വീക്ക്ലി എക്സാംസ്, റിവിഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വീക്ക്ലി MCQ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ, ദെൻ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, എക്സാമുമായിട്ട് അനുബന്ധിച്ച് എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സുകളുടെ അവൈലബിലിറ്റി, അതായത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാണാവുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം. സോ കൂടുതൽ അറിയാനും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. മറ്റൊരു ഏരിയയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഈസ് എ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് സ്ട്രക്ചറിങ് ദി കണ്ടന്റ് ഓഫ് വെബ് പേജസ്. സോ വെബ് പേജിൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ് HTML യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിഫൈൻസ് ദി സ്ട്രക്ചർ ആൻഡ് ലേഔട്ട്സ് ഓഫ് വെബ് പേജസ് by using a system of tags and attributes to mark up text, images, multimedia and other elements. So തുടങ്ങിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ ഉണ്ട്. വിൽ ബി യൂസിങ് ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ മറ്റ് ഇമേജുകൾ, മൾട്ടിമീഡിയ, മറ്റ് എലമെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, സോഫ്റ്റ്വെയർസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സോ വാട്ട് ഈസ് എ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റ് ഓഫ് കോഡ്സ് ആണ്, സെറ്റ് ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതുപയോഗിച്ചുകൊണ്ടാണ് ഒരു ജനറിക് നെയിം ഓഫ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. കോഡുകളുടെ ആ ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിൻ്റെ കോമൺ നെയിമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് എല്ലാ ഹാർഡ്വെയർസും വർക്ക് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ടെൽ യു, ഈ സോഫ്റ്റ്വെയർസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ വിൽ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ നിലയിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ലൈക്ക് അതെങ്ങനെ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓക്കെ, അതേപോലെ ബേസിക് ലെവലിൽ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക, അത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ കമ്പ്യൂട്ടറിന് എനി പർപ്പസ് നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിനെ അങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ടർ ഈസ് എനി പർപ്പസ് മെഷീൻ എന്നുള്ള രീതിയിൽ ആ കൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ബിക്കോസ് കമ്പ്യൂട്ടറിന് പുറത്തുള്ള ലോകമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തരുന്നത്. ലൈക്ക് അക്കൗണ്ടിങ് പാക്കേജസ്, ആർക്കിടെക്ചർ പാക്കേജസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ്. ഇപ്പോൾ MS വേഡ് ഉപയോഗിക്കുന്നു, ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മളുടെ അഡീഷണൽ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഫ്രം ദി ഓപ്ഷൻസ്: Microsoft Word, Google Chrome, Windows, Adobe, Photoshop. So the right answer is Windows. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. ബേസിക് എലമെൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് അഡീഷണൽ എലമെൻറ്റ്സും സിസ്റ്റം സോഫ്റ്റ്വെയർസും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. സോ എനിവേ ബേസിക് എലമെൻ്റായിട്ട് ഓർക്കുക ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള വിൻഡോസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് വിൻഡോസ്. മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് URL സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് കൺസെപ്റ്റിൽ എന്താണ് URL? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ,
unique resource locator, universal reference locator. So the right answer is uniform resource locator. Concept പറയുകയാണെങ്കിൽ a uniform resource locator is a reference or address used to locate the resource on internet. ഇൻ്റർനെറ്റിൽ നമ്മൾ ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ആ റെഫറൻസ് അഡ്രസ്സ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന URL. www എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു അഡ്രസ്സ്, അതിനെയാണ് URL എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് വേ ടു ഐഡൻറ്റിഫൈ ആൻഡ് ആക്സസ് specific resources such as web pages, images, videos, files and more available on the World Wide Web. വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ഡേറ്റയും അക്സസ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡേർഡ് വേ, അതിൻ്റെ ഒരു യൂണിക് അഡ്രസ്സ് ആണ് യഥാർത്ഥത്തിൽ എന്ത് URL. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോപ്പുലർ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ? ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൺ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, iCloud, Google Drive. So the right answer is Google Drive. Another question, which programming language is widely used for developing web application? Web based application develop ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കോമൺലി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ജാവ, പൈത്തൺ, C++, ജാവാസ്ക്രിപ്റ്റ്. So the right answer here is JavaScript. Commonly യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. അതിനുപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ബേസിക് ലെവൽ അവയർനെസ് ഒക്കെ ഈ ഏരിയയിൽ വേണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ എ കമ്പ്യൂട്ടർ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫംഗ്ഷൻ? ഐഡൻറ്റിഫൈ ചെയ്യൂ. ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ് ഓൺ ദി സ്ക്രീൻ, ടു മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്, ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, to run web applications. So the right answer is to manage computer hardware and software resources. അതിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. അതിനെ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ, അത് നമ്മൾ CPU സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ കൺട്രോൾ ചെയ്യുന്നു, കണക്ട് ചെയ്യുന്ന ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. An operating system is a software that manages and control hardware and software resources. അതായത് ബേസിക്കലി നമ്മളോട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതാണ്, ഹാർഡ്വെയറിനെയും ഏത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറിനെയും തമ്മിലാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണക്ട് ചെയ്യുന്നത്. ദാറ്റ് വാസ് ഹാർഡ്വെയറിനെയും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയർ റിസോഴ്സസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന, കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഫെസിലിറ്റേറ്റിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് യൂസർ ആപ്ലിക്കേഷൻ ആൻഡ് മാനേജിങ് വേരിയസ് സിസ്റ്റം ഓപ്പറേഷൻസ്. സോ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ യൂസറിനെ തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, അതുവഴി ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് മറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം ആക്ട് ചെയ്യുന്നത്. സോ അനദർ ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി അലൗസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ്? ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള ഡിവൈസുകൾ തമ്മിലുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? ബ്ലൂടൂത്ത്, വൈഫൈ, GPS, NFC. സോ കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചാണ്. വൈഫൈ ഡയറക്റ്റ് ഉണ്ട്. അത് വൈഫൈ ഡയറക്റ്റ് ആണെങ്കിൽ ഒരേ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയറിങ് പോസിബിൾ ആണ്. അതേപോലെ തന്നെയാണ് ബ്ലൂടൂത്താണ് പോപ്പുലർലി നമുക്ക് പറയാവുന്നത്. ദെൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എ ഫയർവാൾ ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഫയർവാളിൻ്റെ പർപ്പസ് എന്താണ്? ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് പവർ സർജസ്, ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് ട്രാഫിക്, ടു പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ഓഫ് ഫയൽസ്, ടു ഇൻക്രീസ് ദി ഇൻ്റർനെറ്റ് സ്പീഡ്. എന്തിനു വേണ്ടിയാണ് ഫയർവാൾ യൂസ് ചെയ്യുന്നത്? ഫയർവാൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ, റൈറ്റ്? ഫയർവാൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. ടു പ്രൊട്ടക്റ്റ് ഓർ പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് മറ്റുള്ളവർ നമ്മളുടെ അറിവില്ലാതെ എൻ്റർ ചെയ്യുന്നത് തടയുക. ഇപ്പോൾ ലാൻ കണക്ടിവിറ്റി ഒക്കെ ആണെങ്കിൽ എക്സ്റ്റേണലി വരുന്ന പാർട്ടീസ് നമ്മളുടെ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയാണ്, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഫയർവാൾ ആക്ട് ചെയ്യുന്നത്. സോ ദി സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ആൻസർ. ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് traffic. That is the function of firewall. So what is a firewall? Firewall is a network security device or a software that acts as a barrier between a trusted internal network and an untrusted external network such as internet.
നമ്മളുടെ ലാനും എക്സ്റ്റേണൽ നെറ്റ്വർക്കായുള്ള ഇൻ്റർനെറ്റ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണലി ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്സ് നമുക്ക് ഈ ലാൻ നെറ്റ്വർക്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു അൺഓതറൈസ്ഡ് ആക്സസും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഫയർവാൾ പ്രൊട്ടക്ഷൻ നടത്തുന്നത്. ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് സെക്യൂരിറ്റി റൂൾസ്. സോ ഇൻകമ്മിങ് നെറ്റ്വർക്ക്സ് ഇൻകമ്മിങ് ഡാറ്റ ഫ്ലോ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഔട്ട് ഗോയിങ് ഡാറ്റ ഫ്ലോയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, അതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് വേയിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എൻഷുവർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫയർവാൾ ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ റിമെമ്പർ ദിസ്, ദി റൈറ്റ് ആൻസർ ഈസ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് ട്രാഫിക്. ഇതാണ് ഫയർവാളിൻ്റെ പർപ്പസ്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫയൽ ഫോർമാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഇമേജസ് ആൻഡ് സപ്പോർട്ട്സ് ലൂസ്ലെസ് കംപ്രഷൻ? സോ ഡിജിറ്റൽ ഇമേജുകൾ ഫയൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഇമേജുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. JPG, PNG, GIF ആൻഡ് BMP. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫയൽ ഫോർമാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഇമേജസ് ആൻഡ് സപ്പോർട്ട് ലോസ്ലെസ് കംപ്രഷൻ? ഫയൽ കംപ്രഷനും സാധിക്കണം, അതേസമയം ഡിജിറ്റൽ ഇമേജിൻ്റെ ഫയൽ കംപ്രഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് JPG ഇമേജ് ഫോർമാറ്റായിട്ട് യൂസ് ചെയ്യാം. കംപ്രഷന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഫോർമാറ്റ് എന്ന് പറയുന്നത് PNG ആണ്. PNG ഫയൽ ഫോർമാറ്റ് വഴിയാണ് നമുക്ക് ആ കംപ്രഷൻ പോസിബിൾ ആവുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ICTയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.